വഴി തന്നെ അവിടെ നിന്ന് റൈറ്റിലോട്ട് കയറി. അങ്ങനെ ചുറ്റിപ്പാറയിലേക്കുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ, അവസാനത്തെ സ്റ്റെപ്പുകളാണ് നമ്മൾ കാണുന്നത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറി വേണം പോകാൻ. ഇനി നമുക്ക് മുകളിലേക്ക് ഈ സ്റ്റെപ്പ് കയറിയാണ് പോകേണ്ടത്. ഓക്കെ, ഇത് വന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമുക്കിനി മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പത്തനംതിട്ടയുടെ വേറെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുറ്റുപാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കുന്നേ. ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ദൂരെ മഴ പെയ്യുന്നതാണ്. വൈറ്റ് കളറിലാണ് പെയ്ത് പെയ്ത് മഴ എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ കേട്ടോ. ഭയങ്കര മഴയാ. ശബ്ദം മാറുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ടോ? അത് ഭയങ്കര ഒച്ച സൗണ്ട് അടുത്തടുത്ത് വരുന്നു. ചുറ്റിപ്പാറയുടെ മണ്ടയിൽ നിന്ന് മഴ ഇങ്ങോട്ട് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? മഴ ഇങ്ങനെ അടുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ? വൈറ്റ് കളർ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടോ? ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന എൻ്റെ വിശ്വാസം. ഇപ്പൊ നമ്മൾ അനുഭവിച്ചറിയുന്നില്ലേ? ഞാൻ കൊടയിൽ വെള്ളം വീഴുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? കണ്ടോ? മഴവെള്ളം വീഴുന്ന കണ്ടോ?
നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കട നമുക്ക് കാണാമേ. ഇവിടെ ചേട്ടനുണ്ട്. എൻ്റെ ഒരു ഷുക്കൂർ. ഞാൻ ഇവിടെ താമസമായിട്ട് 35 വർഷമായി. ഞങ്ങളുടെ ചുറ്റിപ്പാറ ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്. പഞ്ചായത്തുകളിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷം ആയി. 4 വർഷമായി. ഇപ്പം ആൾ കൂടി നിൽക്കുന്ന ശബരിമല അമ്പലം കൂടെ അതിലൂടെ ഉണ്ട്. 144 അടി ഹൈറ്റുള്ള ശബരിമല അമ്പലം. ഏത് സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്? വെക്കേഷൻ സമയത്ത്. വെക്കേഷൻ സമയത്ത് ശനി ഞായർ വെക്കേഷൻ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ. ഇടയ്ക്ക് പട്ടാളത്തിന്റെ ക്യാമ്പ് ഉണ്ട് അല്ലേ? ആ, ക്യാമ്പും പിന്നെ ഇവിടെ പട്ടാളത്തിന്റെ മാത്രമല്ലേ ഉള്ളൂ? ആണോ പട്ടാളത്തിൻ്റെ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ വരെ വരത്തുള്ളൂ അല്ലേ? ആ, അതെ, കാറൊക്കെ വണ്ടിയൊക്കെ മേപ്പോഴും കയറി പോകും. ആ വളവ് വരെ, ആ സ്റ്റെപ്പിന്റെ അവിടെ. സ്റ്റെപ്പിനോട് പോകും. ഓക്കെ. ഇപ്പൊ ഉടനെ ഇതിന്റെ പണികളെല്ലാം തുടങ്ങാൻ പോവാ. ആണോ? അമ്പലത്തിന്റെ പണിയും. ആഹാ. ഈ റോഡ് വീതി കൂട്ടാനായിട്ട് ഈ സ്ഥലം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ റോഡിന്റെ വീതി. റോഡ് വീതി കൂട്ടാൻ വലിയ വണ്ടിയൊക്കെ വരാൻ. ഓക്കെ. അപ്പൊ നമുക്ക് കട വെച്ചിട്ട് പുറകോട്ട് മാറ്റേണ്ടി വരുമായിരിക്കും അല്ലേ? ഓ, കടയൊന്നും കടയ്ക്ക് പ്രശ്നമില്ല. അങ്ങേ സൈഡ് എടുക്കാം. അങ്ങനെ അത് അവരുടെ സ്ഥലമല്ലേ, അവരുടെ സ്ഥലം. അവരെടുത്തിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ. അമ്പലം വാങ്ങിച്ചാ ഇവിടെ വാങ്ങിച്ചു. ശരി ശരി. അപ്പൊ ആ സ്ഥലം വീതി കൂട്ടിയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറും അധികം താമസിയാതെ. നല്ലൊരു സ്ഥലമാണ്. മേളിൽ കയറിയാൽ നമുക്ക് നല്ല കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട്. ഒരു വിശ്രമ കേന്ദ്രം ആക്കി മാറ്റാവുന്ന സ്ഥലമാണ്. കാരണം അധികം അങ്ങ് ഒരുപാട് കയറി പോകാനും ഇല്ല. എന്നാൽ സാധാരണക്കാർക്ക് എല്ലാവരും കയറാവുന്ന ഹൈറ്റേ ഉള്ളൂ താനും. മേളിൽ കയറിയാൽ നല്ലൊരു വ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ.